രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. രാമായണ കഥയിൽ അധർമ്മം പ്രവർത്തിക്കുന്ന കഥാപാത്രങ്ങൾക്കും അവരുടെ പ്രവർത്തികളെ സാധൂകരിക്കാൻ ന്യായങ്ങളുണ്ട്. സർവോത്തമനായ രാമന് വനവാസം വിധിച്ച ദശരഥന്റെ നിസ്സഹായതയ്ക്ക്, ബാലിക്ക് സുഗ്രീവനോടുള്ള ശത്രുതയ്ക്ക്, ശൂർപ്പണയ്ക്ക് രാമലക്ഷ്മണന്മാരോടുള്ള വിരോധത്തിന്, രാവണന് സീതാ അപഹരണം നടത്താനുള്ള പ്രേരണയ്ക്ക് എല്ലാറ്റിനുമുണ്ട് അവരുടേതായ ന്യായങ്ങൾ. എന്നാൽ വൈകാരികമായ ന്യായ അന്യായങ്ങളല്ല, അവയ്ക്ക് പിന്നിൽ ധാർമ്മികത മാത്രമാണ് ശരിയെന്ന സത്യമാണ് രാമായണം പകർന്നു നൽകുന്നത്. ഇന്ന് നമുക്കായി രാമായണ പാരായണം നടത്തുന്നത് കാഞ്ഞിരമറ്റം സ്വദേശി കോച്ചേരി പുത്തൻപുരയിൽ കെ ഹരിപ്രസാദാണ്. വ്യാഖ്യാനവും നൽകുന്നത് സ്വാമി അയ്യപ്പദാസും. ഇന്ന് കർക്കിടകം 24 വ്യാഴാഴ്ച. രാമായണ പാരായണത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളിലേക്ക്, എന്നുവെച്ചാൽ രാമരാവണ യുദ്ധത്തിനടുത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. കൊട്ടാരത്തിൽ നിന്നും നിഷ്കാസിതനായ വിഭീഷണൻ ശ്രീരാമസന്നിധിയിലേക്ക് പോകുന്ന ഭാഗം മുതലാണ് ഇന്ന് പാരായണം ചെയ്യപ്പെടുന്നത്. അതിലുൾപ്പെടുന്നത് വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ ശുകബന്ധനം, സേതുബന്ധനം, രാവണ ശുക സംവാദം, ഇത്രയും ഭാഗമാണ് യുദ്ധകാണ്ഡത്തിൽ ഇന്ന് ഉൾപ്പെടുന്നത്. നമുക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം. രാവണ കൊട്ടാരത്തിൽ നിന്നും നിഷ്കാസിതനായ വിഭീഷണൻ നേരെ സമുദ്രതീരത്ത് തമ്പടിച്ചിരിക്കുന്ന രാമദേവന്റെ സമീപത്തെത്തി. വിഭീഷണനോടൊപ്പം 4 മന്ത്രിമാരും ഉണ്ടായിരുന്നു. വാനരസേന എതിർത്തപ്പോൾ അവരെ പറഞ്ഞയച്ച് അവരെ നമുക്ക് എടുക്കേണ്ട, നമ്മുടെ കൂട്ടത്തിൽ കൂട്ടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിച്ചപ്പോൾ ശ്രീരാമന് തന്നെ വാനരസേനയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വന്നു. തന്നെ ആശ്രയിച്ച് ആര് വരുന്നുവോ ആ വരുന്നവർ എത്ര ദുഷ്ടരായിരുന്നാലും ആരായിരുന്നാലും അവരെ ഒരു കാരണവശാലും അഭയം നൽകാതിരിക്കാനാവില്ല എന്ന് രാമൻ പറഞ്ഞു. അവരെ 5 പേരെ കൂടി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിർദ്ദേശിച്ചു. 5 പേരെന്ന് പറയുന്നത് വിഭീഷണനും 4 മന്ത്രിമാരും. രാവണ നിഗ്രഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും രാമൻ നൽകി. അതനുസരിച്ചിട്ട് വിഭീഷണനും 4 മന്ത്രിമാരും രാമനോടൊപ്പം വാനരപ്പടയോടൊപ്പം അവിടെ കൂടിച്ചേർന്നു. രാവണൻ ശുകനെ വാനര സൈന്യ നേതാക്കളായ സുഗ്രീവൻ, ഹനുമാൻ, അംഗദൻ തുടങ്ങി വാനര സൈന്യത്തിലെ പ്രധാനികളെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ശ്രീ ശുകനെത്തി. ശുകനെ പറഞ്ഞയക്കാനുള്ള കാരണം, ശുകൻ ശാപം ലഭിച്ച ഒരു ബ്രാഹ്മണനാണ്. വാനര സൈന്യത്തിൻ്റെ വർണ്ണന ശുകൻ രാവണന് നൽകി. യുദ്ധം ഒഴിവാക്കിയില്ലെങ്കിൽ പരാജയമായിരിക്കും ഫലമെന്ന് ഉറപ്പായി പറയുകയും ചെയ്തു. കൂടിയാലോചിച്ചൊരു തീരുമാനത്തിലെത്തി സേതുബന്ധനത്തിലൂടെ അപ്പുറത്ത് കടക്കാം എന്ന് ഈ വശത്ത് വാനര സൈന്യം തീരുമാനമെടുത്തു. അതിന് സമുദ്ര തരണം ചെയ്യേണ്ടുന്നത് 100 യോജന നീളത്തിലാണ്. 100 യോജന നീളത്തിൽ 5 യോജന വീതിയിൽ ഒരു പാലം തന്നെ സമുദ്രത്തിലൂടെ തയ്യാറാക്കാനാണ് ശ്രമം. സമുദ്രദേവനോട്, വരുണനോട് ശ്രീരാമൻ പ്രാർത്ഥിച്ചു. യാതൊരു പ്രതികരണവുമില്ലാതെ വന്നപ്പോൾ രാമൻ ലക്ഷ്മണനോട് കൊണ്ടുപോകാ ലക്ഷ്മണ ചാപബാണങ്ങൾ എന്ന് ആവശ്യപ്പെട്ടു. എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരാം എന്ന് ക്രുദ്ധനായി പറഞ്ഞപ്പോൾ
രാമശബ്ദം പൂർത്തിയാകുന്നതിനു മുൻപ് വരുണൻ പ്രത്യക്ഷനായി. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു എന്ന് മാത്രമല്ല, പാലം കെട്ടാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു. രാമേശ്വരത്തെ കടൽത്തീരത്തെ പൂഴി കൊണ്ട് മനോഹരമായൊരു ശിവലിംഗം മണൽ കൊണ്ട് രാമേശ്വരരെ പ്രതിഷ്ഠിച്ച് രാമേശ്വരത്തെത്തി സേതുബന്ധം കണ്ട് തൊഴുത് രാമേശ്വരനെയും തൊഴുത് പ്രാർത്ഥിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മോചനം പൂർണ്ണമായും നേടാം എന്നാണ് അഭിജ്ഞമതം. രാമേശ്വരത്തെത്തി സേതുബന്ധത്തിൽ മുങ്ങിക്കുളിച്ച് രാമേശ്വരനെ കണ്ടു വണങ്ങി വാരണാസിയിൽ കാശിയിൽ എത്തി ഗംഗയിൽ സ്നാനം ചെയ്ത് ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നയാൾ സംശയിക്കേണ്ട, രാമപാദാന്തികത്തിൽ വിലയം പ്രാപിക്കും എന്നൊരനുഗ്രഹവും ഈ കൂട്ടത്തിൽ നൽകുന്നു. രാവണൻ സമീപമെത്തിയ ശുകനോട് എന്തിത്ര വൈകാൻ കാരണമെന്നും എന്തെല്ലാം സമുദ്രതീരത്ത് കണ്ടു എന്നും ചോദിക്കുമ്പോൾ ശുകൻ താൻ കണ്ട കാഴ്ചകൾ വർണ്ണിച്ചു തന്നെ രാവണനെ ധരിപ്പിക്കുന്നു. യുദ്ധത്തിൽ വിജയിക്കാൻ സാധ്യത ഒട്ടുമില്ല എന്ന സംസാരത്തിൽ ക്രുദ്ധനായ രാവണൻ, എൻ്റെ മുമ്പിൽ നിന്ന് നീ എത്രയും പെട്ടെന്ന് പോയില്ലെങ്കിൽ താൻ ശുകനെ വധിക്കുമെന്ന് രാവണൻ പറഞ്ഞു. ശുകൻ രക്ഷപ്പെട്ടോടി തൻ്റെ ഗ്രഹത്തിലെത്തി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്യന്മാരുമായുടനാകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിന്നേരെ മുകളിൽ നിന്നുച്ചൈസ്തരവം അവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാനെത്രയും ഭക്തിവിനയ വിശുദ്ധമതിസ്ഫുടം. രാമ രമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. ആംനായമൂർത്തേ രഘുപദേ ശ്രീപദേ നാംനാ വിഭീഷണൻ ത്വൽഭക്തസേവകൻ. ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാലേറ്റതില്ലേതുമേ. പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റമപഥ്യമായി വന്നിതവനു വിധിവശാൽ. വാളുമായെന്നെ വധിപ്പാനടുത്തിതു കാളകുംഭജഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താലടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ.
നാലമാത്യന്മാരുമായി വിട കൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജംഗമേ ശരണം കരുണാംബുധേ. യുദ്ധം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശ രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ. ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞെന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കപികളെ ഹന്തവ്യനിന്നിവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതോർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിലെന്തെന്നഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ. വിഭീഷണനുത്തമനെത്രയും വന്നു ശരണം ശമിച്ചവൻ തന്നെ. നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ. നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും. യുദ്ധം വലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതുപന്നമെത്രയും വീര വിഭാകരപുത്ര വരികടോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവതാദി നീതിജ്ഞവരന്മാരെ. ഉർവശീനായാലവശനാശ്രിതന്മാരെ സർവശരോ രക്ഷുനശ്വനപി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മഹാ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നതിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങളറിയരുതേതുമേ. മുന്നമൊരു കപോതം നിജപേടയോടൊന്നിച്ചൊരുവനം തന്നിൽ മേവീടിനാർ. ഉന്നതമായൊരു പാദപാഗ്രേ തഥാ ചെന്നൊരു കാട്ടാളനെയ്തു കൊന്നിടിനാൻ. തന്നെ പക്ഷിണിയെ സുരതാന്തരേ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ. തന്നെ മറന്നിരുന്നിടും ദശാന്തരേ വന്നിതു കാറ്റും മഴയും ദിനേശനും. ചെന്നു ചരമാധി തന്നിൽ മറഞ്ഞിതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടെ നിൽക്കുന്ന കാട്ടാളനെ കണ്ടു. കരുണ കലർന്നു കപോതവും കൊണ്ടുവന്നാശു കൊടുത്തിതു വഹ്നിയും. തന്നെ കയ്യിലിരുന്ന കപോതിയെ വഹ്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ. എന്നതുകൊണ്ടു വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു. തന്നെ ദേഹവും നൽകിനാനൻപോടു വഹ്നിയിൽ വീണു കിരാതനാശനാർത്ഥമായി.
അത്ര പോലും വേണമാശ്രിതരക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിനെന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയായി കേതുമിതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കുമതിദ്രുതം. പിന്നെയവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നറിയുക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദീവരദളശ്യാമളം കോമളം ബാണധനുർധരം. സോമബിംബാഭ പ്രസന്നമുഖാംബുജം കാമദം കാമോപമം കമലാവരം. കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം. ലക്ഷ്മണസംയുതം സുഗ്രീവമാരുതി മുഖ്യകവികുലസേവിതം രാഘവം. കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ. ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന. ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമപാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോത്ഭവായ നമോ നമഃ. ചണ്ഡകോദണ്ഡധരായ നമോ നമഃ. പണ്ഡിതഹൃൽ പുണ്ഡരീകചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമഃ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോത്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യമനാദി ഗൃഹസ്ഥായ തേ നമോ. നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തിപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിത സംഹാരകാരണൻ. സന്തതം ജംഗമാജംഗമഭൂതങ്ങളന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ. നിന്മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനാം. തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നിതും. അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നുന്നതിനില്ല സംശയം. എത്ര നാളേക്കറിയാതിരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം.
പുത്രധാരാദി വിഷയങ്ങളിലതിശക്തി കലർന്നു രമിക്കുന്നതിനഹം ആത്മാവിനെ അറിയായികയാൽ നിർണയമാത്മനി കാണേണമാത്മനാ ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയുമോർത്താലൊടുക്കമനാത്മനാം ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാത്തവർ മാനസേ ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രജാഹി പാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയമന്ദവുമാദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതിസ്ഥൂലനും ഭവാൻ നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ സർവദാ സർവധാതാവായതും ഭവാൻ ദർവീകരേന്ദ്രശയന ദയാനിധേ ആദിമധ്യാന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതനവ്യയനവ്യക്തനദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മലൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കുമറിഞ്ഞുകൂടാത്തവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവഗൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ ജ്ഞാനിഹ ത്വൽപാദഭക്തി നിശ്രേണിയ സാനന്ദമാശു സംപ്രാപ്യ രഘുപദേ ജ്ഞാനയോഗാഖ്യസൗധം കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ ശ്രീരാപദേ രാമ കാരുണികോത്തമ യാതുധാനാന്തകരാവണാരി ഹരി പാദാംബുജം നമസ്തേ ഭവസാഗരഭീതിനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുക്തസ്മിതപൂർവമേവമരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈകതൽപരൻ ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണനാമോദമുൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹു മത്സമനായി മറ്റൊരുവനുമില്ലിഹ തൽസ്വരൂപം മമ കാണായിക കാണനാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹി മേ രാഘവ ചിത്തേ വിഷയ സുഖാശയതില്ലേതുമേ ത്വൽപാദപങ്കജ ഭക്തിരേവാസ്തു മേ നിത്യമിളക്ക മൊഴിച്ചു കൃപാനിധേ
ഇത്തമാകർമ്മ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാം. ആകയാലെന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ, എന്നാൽ നിനക്കു മോക്ഷം വരും. അത്രയുമല്ല, നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രമത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരുമതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം. എന്നെ കനിവോടു കണ്ടതിൻ ഫലമിന്നു തന്നെ വരുത്തേണമതിനിന്നു നീ. ലങ്കാധിപനിവനെന്നഭിഷേകവും ശങ്കാവിഹീന മൻപോടു ചെയ്തിടുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാകാമൃഗാധിപന്മാരുമായി സത്വരം. അർക്കചന്ദ്രന്മാരുമാകാശഭൂമിയും മൽക്കതയും ജഗത്തിങ്കലുള്ളന്നിവൻ. വാഴ്ക ലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ. പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥമഭിഷേകമൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ. വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയുമാധിവേറിട്ടു ചെയ്തിടിനാനാദരാൽ. അപ്സരസ്ത്രീകളും നൃത്തഗീതങ്ങളാൽ ഉൾപുരുഷോത്തമനെ ഭജിച്ചിടിനാൻ. ഗന്ധർവ കിന്നര കിംപുരുഷന്മാരുമന്തർമുദാ സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു ഭേരീനിനാദം മുഴക്കിനാരും വരും. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ. പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിനു സഹായവുമാവോളമാശു ചെയ്യേണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം. സുഗ്രീവവാക്യമാകർമ്മ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോടു ചൊല്ലിടിനാൻ. സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യമവിടേക്കു ബന്ധുശത്രുക്കളെന്നുള്ളതുമില്ല കേൾ. ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ടദ്വയഭാവേന സേവിച്ചുകൊള്ളുക നാം. നക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിശാചരൻ. പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനോ പരാക്രമവാരിധേ.
ഭാനുതനയനാം ഭാഗധേയാംബുദേ വാനരരാജമഹാകുലസംഭവാം ആതിഥേയേന്ദ്ര സുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം നിന്നോടു വൈരമെനിക്കേതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തുതേ മർക്കടസേനയോടു മതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പൊയ്ക്കൊള്ളുക നീ ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലമെന്നുടെ ലങ്കാപുരമെടോ അല്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തെന്നു കാട്ടുന്നിതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥാം ഇത്തം സുഗോക്തികൾ കേട്ടു കപികുലമുക്തായ ചാടിപ്പിടിച്ചാരതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു സുഗനതികൃഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥാധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്യാശു മാനവവീര ഹതോഹം പ്രപാഹി മാം ഇത്തം ശുകപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാനന്നേരമാനന്ദമുൾക്കൊണ്ടുയർന്നു ശുകൻ തഥാം ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുകന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാശു ശുകനോടു സത്വരം ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്രബലാന്വിതം ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതിന്നെന്നു ചെന്നു ചൊല്ലിടു നീ അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാന്വയോത്ഭവൻ താനുമരുൾ ചെയ്തു വാനരന്മാരെ ശുകനെ ബന്ധിച്ചുകൊണ്ടു നമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ ഞാനുര ചെയ്തയക്കാതിവനെന്നതു ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിടിനാൻ വാർത്തകളുള്ള വണ്ണമതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചീർത്തഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ തൽക്കാലമർക്കകുലോത്ഭവൻ രാഘവനൽക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരുമൊന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും
എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്നിതു തോന്നിയതങ്ങനെ തന്നെയെന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർണോ ജലോചലനാകിയ രാഘവൻ. ദർഭവരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും. മുന്നമഹോരാത്രമുപാസിച്ചിതിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകീല വാരിധിയതുമതിക്രോധേന രക്താന്തനേത്രനാം നാഥനും. കൊണ്ടുവാചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്നു പെരുവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതുമിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകിലെന്നുമേ. നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുല പുഷ്ടമോദം പാദചാരേണ പോകണം. എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശീലമുഖവിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു. മിട്ടാൻ കവിഞ്ഞു വന്നുത്തങ്കമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതസ്തങ്ങളായി വന്നിതത്യുഗ്രനക്രതി മിച്ഛസാധ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടു മപ്പതി ദിവ്യാഭരണ സമ്പന്നനായി. 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗ്രഹരത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികേ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹി മാം ത്രൈലോക്യപാലക ത്രാഹി മാം വിഷ്ണോ ജഗൽപദേ. ത്രാഹി മാം പൗലസ്ത്യനാശന ത്രാഹി മാം രാമ രമാപദേ. ആദികാലേ തവ മായാഗുണങ്ങളാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം. ജഡസ്വഭാവങ്ങളായി കഷ്ടമിതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും. മുന്നേ ഭവന്നിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലരായി തന്നെ വരും വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാം ലോകോപകാരകമാമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരമാമയം തേടിയിടുമാധീരമണ്ഡലം. എല്ലാമൊടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പൊക്കിതാതരാൽ.
ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ. തൽക്കുലദേശവുമന്നു തൊട്ടെത്രയും മുഖ്യജന പദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയേ മഞ്ജുലേ സത്വരം. സേതുബന്ധിക്ക നളനാം കപിവരനേതുമവനൊരു ദണ്ഡമുണ്ടായി വരാം. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും. വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടനബ്ധിയും മെല്ലെ മറഞ്ഞരുളിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടും. പ്രജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തിതു സേതു സംബന്ധേന. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയർന്ന കപികളും സർവദിക്കിങ്കലും നിന്നു സരഭസമ്പർവത പാഷാണപാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ടദാഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുടനീരഞ്ചു യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ. വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹാരായ ത്രിലോക ഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനേവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോളവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ. മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധനത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങിപ്പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരണാസി പുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം. ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്ത. ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മഞ്ജനം ചെയ്യുന്ന മർത്യനെന്നോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം. എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതമതീപാഷാണതരുക്കളാൽ അദ്ദീനെ തീർന്നു 14 യോജന. തീർന്നിതിരുപത് യോജന പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22-ആയതുപോലെ 23 5-ാം ദിനം. 5 നാൾ കൊണ്ടു ശതയോജനയായതും ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം. സേതുവിന്മേലെ നടന്നു കപികളുമാതങ്കഹീനം കടന്നു തുടങ്ങിനാൻ.
മാരുതി കണ്ഠേ കരേറി രഘൂത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാചലമുകളേറിനാൻ വാനരസേനയോടും ദ്രുതം ലങ്കാപുരാ ലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജപ്രാകാരതോരണ പൂർണം മനോഹരം പ്രാസാദസങ്കുലം കൈലാസശൈലേന്ദ്രസന്നിഭഗോപുര ജാലപരീഖദശതഘ്നീസമന്വിതം പ്രാസാദമൂർധിനി വിസ്തീർണദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭിസംകുലേ രത്നദണ്ഡാതപത്രൈരൂപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീയിച്ചു നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാനെന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടൂ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോത്തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടൂ രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിയിടിനാൻ രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ സിന്ധു തന്നുത്തരതീരോപരി ചൊന്നരന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ രാമ രാമ പ്രഭോ പാഹി പാഹി പാഹിതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതനവധ്യനയപ്പിനയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരു മയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീരനനുജ്ഞയാ സാദരം പിന്നെ രഘൂത്തമനെന്നോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുഴറിച്ചെയ്തു കൊള്ളണം രണ്ടും കണക്കെന്നെനിക്കെന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ പോരുമതിന്നു ബലമെങ്കിലെന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ
ഒക്കെ പൊടിവെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പൊക്കൊരു രോഷവുമാശു തീർത്തിടുവൻ. നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ. സുഗ്രീവലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോ കവിപുങ്കവപാലിതം. പർവ്വതസന്നിഭന്മാരായ വാനരരുർവി കുലങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതില്ല സംഖ്യാവതാം വരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴവറ്റൊടുവാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വഹ്നിനന്ദനൻ. അംഗദനാകുമിളയ രാജാവതിരങ്ങേതു പത്മകിഞ്ചനർക്ക സമപ്രഭൻ. വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനനദ്രി ശൃംഗോപമൻ. തൽപാർശ്വസീംനിയിൽ നിൽക്കുന്നതു വാതജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജതസംഭ്രമൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളനദിനങ്ങേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും. മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാദി ശതബലി. സാരനാം ജാംബവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും. ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖനതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ. ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുമുണ്ടതറിഞ്ഞാലും ഉള്ളിൽ തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയവർക്കുള്ളതവയെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മാനുഷനല്ലാതി നാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നതു യോഗമായാദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ദനും. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ. വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. പഞ്ചാത്മകത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി. ത്വങ്മാംസമേതോസ്തി മൂലമന്ത്രങ്ങളാൽ
സമ്മേളിതമതിദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ. ഹന്തജടാത്മകമായ കായത്തിങ്കലെന്തൊരവസ്ഥ ഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദകൗഘങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മലൻ അവ്യയനദ്വയനാത്മാനമാത്മന കണ്ടു തെളിയുക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ശൃംഗാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂകരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്രേ ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മ ജന്മം ഭവിച്ചിടിനാൻ. പിന്നെയുമുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണനാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതപോധനൻ. എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാ പരനദ്വയൻ. സീതയെ രാമനു കൊണ്ടക്കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായിലാശു കീഴ്പോട്ടു പോയി ചെല്ലും. നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു. നല്ല ജനത്തോടു ചോദിച്ചു കൊൾകെടോ. രാമ രാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം. ലോകശരണ്യം ശരണദം ദേവം. മരതകാന്തികാന്തം രമാസേവിതം. ചാപബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണസംയുതം. രക്ഷാനിപുണം വിഭീഷണസേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ. മുക്തി വന്നിടുമതിനില്ല സംശയം. ഇത്തം ശുകവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുകനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭക്തനായുള്ള നീയാചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാലുണ്ടു കാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ.
ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുമ്പിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൊക്കിരുന്നിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിലൊരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.